ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റെഡീം ഷോപ്പിൽ കഴിഞ്ഞ ആഴ്ച മെയിൻ്റനൻസ് കഴിഞ്ഞപ്പോൾ ഒരു പ്ലെയർ ആഡ് ആയിട്ടുണ്ട്. മസ്റ്റായിട്ട് സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. ഒരു ഡിഫൻസ് ഫുൾ ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് സൈൻ ചെയ്യണം ഈ പ്ലെയറെ. വാൻ ബിസാക്കയാണ് പുള്ളിക്കാരനെ എങ്ങനെയും സൈൻ ചെയ്യുക. തുറാമിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല കാർഡാണ്. പുള്ളിക്കാരൻ്റെ റേറ്റിംഗ് വെച്ചിട്ട് പുള്ളിക്കാരനെ എന്തായാലും നോക്കണ്ട. പുള്ളിക്കാരൻ്റെ റേറ്റിംഗ് ഒന്നല്ല, പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ റേറ്റിംഗ് ഒന്നുമല്ല. അപാര റേറ്റിംഗ് ഉള്ളൊരു പ്ലെയറാണ്. പുള്ളിക്കാരനെ എന്തായാലും എടുത്ത് ട്രെയിനിങ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓട്ടോലക്കറ്റാണ് ചെയ്യണുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. ഓട്ടോലക്കറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റ്സ്. പ്രൊസീഡ് ചെയ്യാം. പുള്ളിക്കാരനെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പ്ലെയർ പ്രൊമോഷൻ കൊടുക്കാം, ഓട്ടോ കൊടുക്കാം, റെക്കമെൻഡേഷൻ കൊടുത്താൽ മതി. പുള്ളിക്കാരന് റേറ്റിംഗ് 97 ആവുള്ളൂ. 97 റേറ്റിംഗ് ഒന്നും നോക്കൊന്നും വേണ്ട. റേറ്റിംഗ് വെച്ച് ഈ പ്ലെയർ ഒരിക്കലും വിലയിരുത്തരുത്. പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റസ് നോക്കാം. 28 വയസ്സ് ഉള്ളൊരു കാർഡാണ്. 153 ഹൈറ്റാണ്. റൈറ്റ് ഫുട്ടാണ്. ഡിഫൻസ് ഫുൾ ബാക്കാണ്. സ്റ്റാറ്റ്സിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് അവർനെസ് 82, ടാക്ലിംഗ് 96, അഗ്രഷൻ 90, ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് 93. ഇത് മാറ്റി പ്ലെയർ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓട്ടോയാണ് ചെയ്തേക്കണത്. ഇനി സ്പീഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്പീഡൊക്കെ 100 ഉണ്ട്, ആക്സലറേഷൻ 86 ഉണ്ട്. ആരൊക്കെ ഒരു പ്ലെയറാണ്. അതുപോലെ സ്റ്റാമിന 96 ഉണ്ട്. അപാരമായിട്ടുള്ളൊരു പ്ലെയറാണ്. തുറാമിൻ്റെ ഒക്കെ ലൈറ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ മസ്റ്റായിട്ട് സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. നമ്മുടെ ടീമിൽ ഒരു പക്ക ഡിഫൻസീവ് ഫുൾ ബാക്ക് വേണമെങ്കിൽ പുള്ളിക്കാരനെ സൈൻ ചെയ്യുക. ഇനി പുള്ളിക്കാരന് പ്രശ്നം വരുന്നത് ഫോമാണ്. ഇപ്പോൾ കറൻറ്റ്ലി സീലാണ് കിടക്കുന്നത്. ഫോം പ്രശ്നം വരും, വേറെ ഒന്നും പ്രശ്നം വരുമൊന്നുമില്ല. പക്കയായിട്ട് അവിടെ നിന്ന് കളിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മറ്റേ വീഡിയോ കാണാം. ബൈ.